നിങ്ങളുടെ തലച്ചോറ് ഓരോ ദിവസവും 60,000-ത്തിലധികം ചിന്തകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ 95% ചിന്തകളും ഇന്നലത്തെ ചിന്തകളുടെ ആവർത്തനമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകൾ അതേ പഴയ ഭയത്തിലും സംശയത്തിലും പോരായ്മകളിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അതേ പഴയ യാഥാർത്ഥ്യത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്നാണ്. എന്നാൽ അതേ തലച്ചോറിനെ നിങ്ങൾ വീണ്ടും വീണ്ടും പുതിയ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ മുഴുവനായും റീവെയർ ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്, ഇതൊരു വെറും മോട്ടിവേഷൻ മാത്രമല്ല, ന്യൂറോ സയൻസ് ആണ്. നിങ്ങളൊരു വാചകം 100 തവണ പറയുമ്പോൾ അത് നിങ്ങളുടെ ന്യൂറോണുകൾക്കിടയിൽ പുതിയ വയറിംഗ് സൃഷ്ടിക്കുന്നു. ഈ വയറിംഗ് രൂപപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പഴയ പ്രോഗ്രാം ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നു. അവിടെ നിന്നാണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പഠിപ്പിച്ച രഹസ്യം ഇതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുക മാത്രമല്ല, അനുഭവിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അടുത്ത 7 ദിവസം നിങ്ങൾ ഈ രഹസ്യം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവും വിശ്വാസവും ഭാഗ്യവും എല്ലാം മാറും. ഈ യാത്രയിൽ ശരിക്കും ആഴത്തിലിറങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഡിക്കോഡിംഗ് മണി ഫാമിലിയുടെ ഭാഗമാകൂ. പുറത്ത് മറ്റെങ്ങും ലഭിക്കാത്ത പരിശീലനങ്ങളും രഹസ്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്കിവിടെ ലഭിക്കും. സത്യം പറഞ്ഞാൽ, നിങ്ങൾ ഇത് ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയുടെ കുത്തൊഴുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആ വാതിലിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളെ തന്നെ അകറ്റുന്നത്. ഒരു വാചകം 100 തവണ ആവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറും 7 ദിവസത്തിനുള്ളിൽ ഭാഗ്യം മാറുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ അത് അനുഭവിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ഈ നിമിഷം ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാൻ പോകുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവ് കോരിത്തരിക്കും. കാരണം ഇതൊരു സാധാരണ വാക്കുകളുടെ കളിയല്ല. ഇത് വൈബ്രേഷൻ, ഊർജം, പ്രപഞ്ചത്തിന്റെ അദൃശ്യ ശക്തികൾ എന്നിവയുടെ കളിയാണ്. ഞാനും എന്നെപ്പോലുള്ള ചിന്തകരും വീണ്ടും വീണ്ടും വെളിപ്പെടുത്തിയ രഹസ്യം ഇതാണ്. നിങ്ങൾ ഒരു വാചകം 100 തവണ ആവർത്തിക്കുമ്പോൾ അത് വെറും ഒരു ശബ്ദമായി മാറുന്നില്ല. അത് വൈബ്രേഷനായി മാറുന്നു. ആ വൈബ്രേഷൻ ഊർജമായി മാറുന്നു. ഈ ഊർജം നിങ്ങളുടെ തലച്ചോറിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വീണ്ടും പ്രോഗ്രാം ചെയ്യുന്നു. നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാം മാറുമ്പോൾ നിങ്ങളുടെ മുഴുവൻ യാഥാർത്ഥ്യവും ഒരു പുതിയ രൂപം സ്വീകരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകളുടെയും ശീലങ്ങളുടെയും നേർചിത്രമാണ് എന്ന്. ആ ചിന്തകൾ തുടർച്ചയായി ആവർത്തിക്കുകയാണെങ്കിൽ അവ നിങ്ങളുടെ പുതിയ ശീലങ്ങളായി മാറും. ഇപ്പോൾ സങ്കൽപ്പിക്കുക, എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ഒരേ വാചകം 100 തവണ ആവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്നു. അതിരില്ലാത്ത സമ്പത്തിന് ഞാൻ അർഹനാണ്. ആദ്യത്തെ 2 ദിവസം ഇതൊരു കളി മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നും. 3-ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ചെറിയ ഊർജം അനുഭവപ്പെടും. 4-ാം ദിവസം നിങ്ങളുടെ ചുറ്റും ചെറിയ പോസിറ്റീവ് സംഭവങ്ങൾ നടക്കാൻ തുടങ്ങും. 5-ാം ദിവസം മനസ്സിൽ നിന്ന് ഭയവും സംശയവും മാറും. 6-ാം ദിവസം നിങ്ങൾക്ക് പുതിയ അവസരങ്ങളുടെ വെളിച്ചം കാണാൻ തുടങ്ങും. 7-ാം ദിവസം ഒരു അത്ഭുതം നിങ്ങളുടെ മുന്നിൽ നിൽക്കും. പ്രപഞ്ചം എങ്ങനെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുവരാം. നോക്കൂ, പ്രപഞ്ചം സ്വർണവും വെള്ളിയും മഴയായി പെയ്യിക്കില്ല, മറിച്ച് അത് നിങ്ങളുടെ ഭയത്തെ ഇല്ലാതാക്കുന്നു. അത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് തള്ളിവിടുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള പാത എളുപ്പമാക്കുന്ന ആളുകളെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാ രാത്രിയിലും എന്റെ അടുത്തേക്ക് പണം വരുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ശക്തി നിറയുമെന്ന് ചിന്തിച്ചു നോക്കൂ. പെട്ടെന്ന് ആരെങ്കിലും പഴയ കടം തിരികെ നൽകിയേക്കാം. പുതിയൊരു അവസരം ലഭിച്ചേക്കാം. ഒരു സുഹൃത്ത് നിങ്ങളെ സഹായിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വളരെ വ്യക്തമാവുകയും പുതിയൊരു വഴി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥ അത്ഭുതം. ഒരിക്കൽ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബോബ്, എന്റെ ജീവിതം മുഴുവൻ ഞാൻ കഠിനാധ്വാനം ചെയ്തു, എന്നാൽ പണം എപ്പോഴും കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നു. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ മനസ്സോട് എന്താണ് സംസാരിക്കുന്നത്? അവർ മറുപടി പറഞ്ഞു, പണം ഒരിക്കലും എന്റെ കയ്യിൽ നിൽക്കില്ല എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, പ്രപഞ്ചം നിങ്ങൾക്ക് അതുതന്നെയാണ് നൽകിയത്. തുടർന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന അതേ വിദ്യ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്തു. ഞാൻ പറഞ്ഞു, എല്ലാ രാത്രിയിലും 100 തവണ പറയുക, പണം എന്നെ സ്നേഹിക്കുന്നു, പണം എന്റെ അടുത്തേക്ക് വരുന്നു, അത് എന്റെ കൂടെ നിൽക്കുന്നു. വെറും 7 ദിവസത്തിനുള്ളിൽ ആ സ്ത്രീയുടെ കാഴ്ചപ്പാട് മാറി. ആദ്യ ആഴ്ചയിൽ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ചില പഴയ കുടിശ്ശികകൾ തിരികെ വന്നു. പതുക്കെ പതുക്കെ അവരുടെ ബിസിനസ്സിൽ പുതിയ ഡീലുകൾ ലഭിക്കാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവരുടെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയും മാറി. നോക്കൂ, ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ വാചകം നിങ്ങളുടെ മുഴുവൻ എനർജിയെയും ഉണർത്തുന്നു. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ വിശ്വാസവും ഒത്തുചേർന്ന് പ്രപഞ്ചത്തിന്റെ വിശാലമായ ഊർജ്ജമേഖലയ്ക്ക് ഒരു നിർദ്ദേശം നൽകുന്നു. ഓർക്കുക, പ്രപഞ്ചം ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. ഞാൻ ദരിദ്രനാണ്, എന്റെ കയ്യിൽ പണമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രപഞ്ചം ശരി എന്ന് പറയുകയും അതേ അനുഭവം തന്നെ
തന്നെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ സമ്പന്നനാണ്, പണം എന്റെ അടുത്തേക്ക് ഓടിവരുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പ്രപഞ്ചം ശരി, ഞാൻ കൂടുതൽ അയക്കാം എന്ന് പറയുന്നു. ലോ ഓഫ് അട്രാക്ഷന്റെ യഥാർത്ഥ രഹസ്യം ഇതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ ഈ പരീക്ഷണം ആരംഭിക്കുക. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് 100 തവണ പറയുക. ഇതിനായി വെറും 7 ദിവസം നൽകുക. തുടർന്ന് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ മാനസികാവസ്ഥയും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ സാഹചര്യങ്ങളും എങ്ങനെ മാറുന്നുവെന്ന് നോക്കുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ വിധി എഴുതുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുകയും അവ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിധി തന്നെ മാറ്റിയെഴുതാൻ കഴിയും. 100 തവണ പറയൂ, 7 ദിവസത്തിനുള്ളിൽ അത്ഭുതം കാണൂ എന്നത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമാണ്. എന്നാൽ പ്രപഞ്ചം എങ്ങനെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന യഥാർത്ഥ ചോദ്യം. ഞാൻ എപ്പോഴും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്, നിങ്ങളുടെ തലച്ചോറ് ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. നിങ്ങൾ 98.3 FM ട്യൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആ തരംഗം തന്നെയാണ് പിടിച്ചെടുക്കുന്നത്. 102.4 ട്യൂൺ ചെയ്താൽ മറ്റൊരു തരംഗവും ലഭിക്കുമെന്ന് ചിന്തിക്കുക. ഇതേ നിയമം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ബാധകമാകുന്നത്. ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ വിജയിയാണ് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസി മാറ്റുകയാണ്. പ്രപഞ്ചം അതേ ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ അയച്ചു തുടങ്ങും. എന്നാൽ ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് പലരും പറയാറുണ്ട്. എന്തുകൊണ്ട് സംഭവിച്ചില്ല? കാരണം അവർ 100 തവണ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ സംശയത്തോടെയാണ് പറഞ്ഞത്. ഇതൊക്കെ നടക്കുമോ എന്ന് നോക്കാം എന്നതായിരുന്നു അവരുടെ മനസ്സിൽ. അവിടെയാണ് കളി പാളിയത്. ഓർക്കുക, പ്രപഞ്ചം വാക്കുകളെ മാത്രമല്ല പിടിച്ചെടുക്കുന്നത്, അത് നിങ്ങളുടെ വൈബ്രേഷനെ പിടിച്ചെടുക്കുന്നു. വൈബ്രേഷൻ ഭയത്തിന്റെയും പോരായ്മയുടെയും സംശയത്തിന്റെയും ആണെങ്കിൽ പ്രപഞ്ചം അതുതന്നെയാണ് തിരികെ നൽകുന്നത്. എന്നാൽ വൈബ്രേഷൻ വിശ്വാസത്തിന്റെയും നന്ദിയുടെയും ആവേശത്തിന്റെയും ആണെങ്കിൽ അത്ഭുതം ഉറപ്പാണ്. ഒരു ദിവസം പോലും ഒഴിവാക്കാതെ തുടർച്ചയായി 7 ദിവസം നിങ്ങൾ ഒരു വാചകം 100 തവണ എഴുതുകയും പറയുകയും ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുകയാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഈ റീപ്രോഗ്രാമിംഗ് തന്നെയാണ് അത്ഭുതങ്ങൾക്കുള്ള യഥാർത്ഥ താക്കോൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രായോഗികമായ ഒരു രഹസ്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വളരെ എളുപ്പത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. എങ്കിൽ അടുത്ത 7 ദിവസത്തേക്ക് എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിനു മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ വാചകം ആവർത്തിക്കുക. ചോദിക്കാതെ തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും എല്ലാ ദിശകളിൽ നിന്നും പണം എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വെറുതെ പറയുക മാത്രമല്ല, 100 തവണ എഴുതുകയും ചെയ്യുക. ആദ്യ ദിവസം തന്നെ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. 3-ാം ദിവസം മുതൽ വരുമാനത്തിനുള്ള ചെറിയ വഴികൾ കാണാൻ തുടങ്ങും. 5-ാം ദിവസം പെട്ടെന്ന് ഏതെങ്കിലും പഴയ കടം തിരികെ ലഭിച്ചേക്കാം. 7-ാം ദിവസം പ്രപഞ്ചം നിങ്ങളുടെ പോക്കറ്റിൽ പുതിയ ഊർജം നിറച്ചതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്നാൽ ഓർക്കുക, പ്രപഞ്ചം നിങ്ങളുടെ കൈകളിലേക്ക് പണം നേരിട്ടിട്ടു തരില്ല. അത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അവസരങ്ങളുടെ വാതിലുകൾ തുറക്കും. നിങ്ങളെ സഹായിക്കുന്ന ആളുകളുമായി നിങ്ങളെ അത് കൂട്ടിച്ചേർക്കും. പ്രപഞ്ചം എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ നിയമമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് എങ്ങനെയുള്ള ഊർജമാണോ അങ്ങനെയുള്ള ആകർഷണം. ഇവിടെ മറ്റൊരു ആഴത്തിലുള്ള കാര്യം കൂടിയുണ്ട്. പലരും ഈ നിയമത്തെ കേവലം പണം നേടുന്നതിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. എന്നാൽ ഇതിനെ പണത്തിൽ മാത്രം ഒതുക്കി നിർത്തരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇതുപയോഗിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ 100 തവണ പറയുക. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എന്റെ ഓരോ കോശങ്ങളും ഊർജ്ജത്താൽ നിറഞ്ഞിരിക്കുന്നു. ബന്ധങ്ങളിൽ പുരോഗതി ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ബന്ധങ്ങൾ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതാണ് എന്ന് പറയുക. സുഹൃത്തുക്കളെ, പ്രപഞ്ചം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും കേൾക്കുന്നുണ്ട്. നിങ്ങളത് വിശ്വാസത്തോടും നന്ദിയോടും കൂടി പറയണം എന്ന് മാത്രം. ഇതുതന്നെയാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതും. ഈ രഹസ്യം ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെറുമൊരു കാഴ്ചക്കാരനായി നിൽക്കരുത്. ഞങ്ങളുടെ ചാനൽ മെമ്പർഷിപ്പിൽ ചേരുക. കാരണം നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങൾക്കിവിടെ നൽകും. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ ഈ കുടുംബത്തിന്റെ ഭാഗമായില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഇന്ന് തന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ശക്തിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെയൊക്കെയോ അകറ്റുകയാണ്. എന്തുകൊണ്ടാണ് ഈ 7 ദിവസത്തെ നിയമം വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതിനുള്ള ഉത്തരം ശാസ്ത്രത്തിന്റെ പക്കലുണ്ട്. നിങ്ങളൊരു ചിന്ത 7 ദിവസം തുടർച്ചയായി ആവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു വിത്ത് പോലെ ഉറയ്ക്കുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. പാടത്ത് ഒരു വിത്ത് പാകി ദിവസവും നനച്ചുകൊടുത്താൽ 7-ാം ദിവസം അതിൽ നിന്ന് മുള പൊട്ടാൻ തുടങ്ങുന്നത് പോലെയാണിത്. ഇതേ പ്രക്രിയ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. 7 ദിവസത്തിന് ശേഷം ആ ചിന്ത നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തിന് ജന്മം നൽകാൻ തുടങ്ങുന്നു. ഇവിടെ നിന്നാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെക്കൊണ്ട് ചെറിയൊരു പരിശീലനം ചെയ്യിപ്പിക്കാം. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മനസ്സിൽ തന്നെ ആവർത്തിക്കുക.
പ്രപഞ്ചം എപ്പോഴും എന്നെ സഹായിക്കുന്നു. ഞാൻ സമ്പന്നനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ ശക്തനാണ്. നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായി. ഈ വൈബ്രേഷനാണ് അത്ഭുതങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അതിനൊപ്പം വികാരങ്ങളും ചേർക്കണം. ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈകളിൽ പണത്തിന്റെ കെട്ടുകളുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഊർജ്ജം പുറത്തേക്ക് വരുന്നതായി അനുഭവിക്കുക. എന്റെ ബന്ധങ്ങൾ സ്നേഹത്താൽ നിറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആലിംഗനം ചെയ്യുക. ഈ വികാരങ്ങളാണ് വൈബ്രേഷൻ രൂപത്തിൽ പ്രപഞ്ചത്തിൽ എത്തിച്ചേരുകയും അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റുകയും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രപഞ്ചത്തിന് വാക്കുകൾ മനസ്സിലാകില്ല, അതിന് നിങ്ങളുടെ വികാരങ്ങളാണ് മനസ്സിലാകുന്നത് എന്ന്. നിങ്ങളൊരു വാചകം 100 തവണ പറയുമ്പോൾ വാക്കുകൾ വികാരങ്ങളായി മാറുന്നു. വികാരങ്ങൾ ഊർജ്ജമായും ഊർജ്ജം യാഥാർത്ഥ്യമായും മാറുന്നു. ഇതാണ് ഈ 7 ദിവസങ്ങളുടെ യഥാർത്ഥ മാന്ത്രികത. സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുട്ടി സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഒരു വാക്ക് തന്നെ ദിവസത്തിൽ 100 കണക്കിന് തവണ ആവർത്തിക്കുന്നു. അമ്മ, അമ്മ, അമ്മ എന്ന് അവസാനം ആ വാക്ക് അവന്റെ നാവിൽ ഉറയ്ക്കുന്നു. ഈ തത്വം നിങ്ങളുടെ ജീവിതത്തിലും ബാധകമാണ്. നിങ്ങൾ ഏതെങ്കിലും വാചകമോ ചിന്തയോ 100 തവണയോ 200 തവണയോ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കാൻ തുടങ്ങുന്നു. ഉപബോധ മനസ്സ് എന്തിനെ സ്വീകരിക്കുന്നുവോ അതിനെ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്ന് ഓർക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ വാക്കുകൾ പ്രപഞ്ചത്തിനുള്ള നിർദ്ദേശങ്ങളാണെന്ന്. എന്റെ ജീവിതം കഠിനമാണ് എന്ന് നിങ്ങൾ ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രപഞ്ചം അതേ ബുദ്ധിമുട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. എന്നാൽ 7 ദിവസം തുടർച്ചയായി ദിവസവും 100 തവണ ഞാൻ സമ്പന്നനാണ്, ഞാൻ ശക്തനാണ്, ഞാൻ എന്നും സന്തോഷവാനാണ്, പ്രപഞ്ചം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ 7-ാം ദിവസത്തിനു ശേഷം നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്ത എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ മാറാൻ തുടങ്ങും. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇതിന്റെ രഹസ്യം മറഞ്ഞിരിക്കുന്നത് വൈബ്രേഷനിലാണ്. നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ അതിൽ നിന്നും ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. ആ വൈബ്രേഷൻ നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെ സ്വാധീനിക്കുന്നു. എന്റെ പണം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പരാജയമാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് വൈബ്രേഷനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റിവിറ്റിയെ വലിച്ചെടുപ്പിക്കും. എന്നാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 100 തവണ പണം എന്റെ അടുത്തേക്ക് ഓടിവരുന്നു, അവസരങ്ങൾ എനിക്കായി വാതിലുകൾ തുറക്കുന്നു, എന്റെ ശരീരം ആരോഗ്യകരമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പണത്തെയും അവസരങ്ങളെയും ആരോഗ്യത്തെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു വൈബ്രേഷനാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, പ്രപഞ്ചം ഒരിക്കലും അവധിയെടുക്കുന്നില്ല. അത് ഓരോ നിമിഷവും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്റെ ഭാഗ്യം മോശമാണ് എന്ന് നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞാൽ പോലും പ്രപഞ്ചം അതൊരു നിർദ്ദേശമായി കണക്കാക്കുന്നു. നിങ്ങൾ ഗൗരവമായി പറഞ്ഞതാണോ അതോ തമാശ പറഞ്ഞതാണോ എന്നത് പ്രപഞ്ചത്തിന് ഒരു പ്രശ്നമല്ല. അത് നിങ്ങളുടെ വാക്കുകളും വികാരങ്ങളും മാത്രം പിടിച്ചെടുക്കുകയും അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ നാവിന് നിയന്ത്രണം വേണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങളുടെ വിധിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വാചകം പോലും പറയരുത്. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് തമാശ മനസ്സിലാകില്ല. സത്യവും നുണയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെന്തും അത് സ്വീകരിക്കുന്നു. അത് സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു. ഉദാഹരണത്തിന്, ഞാൻ എപ്പോഴും രോഗിയാണ് എന്ന് ഒരാൾ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഉപബോധ മനസ്സ് ആ വാചകത്തെ ഒരു നിർദ്ദേശമായി കണക്കാക്കുകയും ശരീരത്തിലേക്ക് അസുഖങ്ങളെ ആകർഷിക്കാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ അതേ വ്യക്തി ദിവസവും എന്റെ ശരീരം അനുദിനം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സ് അത് വിശ്വസിക്കാൻ തുടങ്ങുകയും പതുക്കെ പതുക്കെ ശരീരം ആ സത്യത്തിനനുസരിച്ച് മാറുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമുണ്ടോ ഇല്ലയോ എന്നത് പ്രപഞ്ചത്തിന് ഒരു പ്രശ്നമല്ല. ഏത് ഊർജ്ജത്തോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നതാണ് പ്രധാനം. ആവേശത്തോടും നന്ദിയോടും കൂടി ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ വെറും 100 രൂപ മാത്രമേ ഉള്ളൂവെങ്കിലും പുതിയ സ്രോതസ്സുകളിൽ നിന്ന് പ്രപഞ്ചം പണം അയക്കാൻ തുടങ്ങും. കാരണം അത് നിങ്ങളുടെ വൈബ്രേഷൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. സുഹൃത്തുക്കളെ, വാക്കുകൾക്കും വൈബ്രേഷനും എത്രത്തോളം ശക്തിയുണ്ടെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കാണും. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു രഹസ്യ ആയുധത്തെക്കുറിച്ച് പറഞ്ഞുതരാം. എഴുതുന്നതിന്റെ ശക്തി. നിങ്ങളൊരു വാചകം പറയുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. എന്നാൽ നിങ്ങളത് എഴുതുമ്പോൾ അതിന്റെ ഫലം പല മടങ്ങ് വർദ്ധിക്കുന്നു. എന്തുകൊണ്ട്? കാരണം എഴുതുമ്പോൾ നിങ്ങളുടെ തലച്ചോറും കണ്ണുകളും കൈകളും നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ഒരുമിച്ചതിൽ ഉൾപ്പെടുന്നു. നിങ്ങൾ വെറുതെ വാക്കുകൾ എഴുതുകയല്ല, നിങ്ങളുടെ വൈബ്രേഷനെ കടലാസിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. ആ കടലാസ് നിങ്ങൾക്കൊരു കാന്തമായി മാറുകയും അത്തരം സാഹചര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങൾ ദിവസവും 100 തവണ ഈ വാചകം എഴുതിയെന്ന് കരുതുക. പണം ഓരോ ദിവസവും എന്റെ അടുത്തേക്ക് ഒഴുകി വരുന്നു. തുടക്കത്തിൽ ഇതൊരു എഴുത്തു പരിശീലനം മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം മുതൽ നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടും. നിങ്ങളുടെ ചിന്തകൾ മാറാൻ തുടങ്ങും.
മുമ്പ് പോരായ്മകൾ കണ്ടിരുന്നിടത്ത് ഇപ്പോൾ അവസരങ്ങൾ കാണാൻ തുടങ്ങും. 7-ാം ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ഊർജ്ജം പൂർണ്ണമായും മാറും. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നേരിട്ട് പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഏറ്റവും വേഗമേറിയ മാർഗമാണ് എഴുത്ത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സ് ഇടയ്ക്ക് എതിർപ്പുകൾ പ്രകടിപ്പിച്ചേക്കാം. എന്നാൽ എഴുതുമ്പോൾ മനസ്സ് നിശബ്ദമാകുകയും സന്ദേശം നേരിട്ട് ആഴത്തിലേക്കിറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വിശുദ്ധരായാലും ശാസ്ത്രജ്ഞരായാലും വിജയകരമായ ബിസിനസ് വ്യക്തികളായാലും എല്ലാ മഹാന്മാരും അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എപ്പോഴും എഴുതിവെച്ചിരുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ 100 തവണ എഴുതുമ്പോൾ അവ വെറും വാക്കുകളല്ല, അത് ഊർജ്ജമായി മാറുന്നു. ആ ഊർജ്ജം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ തുടങ്ങുന്നു. ഇതാണ് എഴുത്തിന്റെ യഥാർത്ഥ മാന്ത്രികത. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വാക്കുകളെ ശരിക്കും ഒരു മാന്ത്രികതയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ ശബ്ദം മാത്രമല്ല വികാരങ്ങളും ചേർക്കേണ്ടതുണ്ട്. കാരണം വികാരങ്ങളില്ലാത്ത വാക്കുകൾ വെറും ശൂന്യമായ ശബ്ദങ്ങൾ മാത്രമാണ്. എന്നാൽ അതിൽ നിങ്ങൾ വികാരങ്ങൾ ചേർക്കുമ്പോൾ അത് വൈബ്രേഷനായി മാറുന്നു. ആ വൈബ്രേഷൻ പ്രപഞ്ചത്തിലെത്തി നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റുന്നു. ഉദാഹരണത്തിന്, ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ അത് നാക്കുകൊണ്ട് മാത്രം പറയരുത്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കൈകളിൽ പണത്തിന്റെ കെട്ടുകളുണ്ടെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നജീവിതം നയിക്കുകയാണ്. ആ നിമിഷത്തിൽ നിങ്ങളെത്തന്നെ ആ അവസ്ഥയിൽ അനുഭവിക്കുക. ഈ വൈകാരികമായ വൈബ്രേഷനാണ് പ്രപഞ്ചം പിടിച്ചെടുക്കുന്ന യഥാർത്ഥ ഊർജ്ജം. അതുപോലെ, ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും പുതിയ ഊർജ്ജത്താൽ തിളങ്ങുന്നതായി അനുഭവിക്കുക. എന്റെ ബന്ധങ്ങൾ സ്നേഹം നിറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചിരിക്കുന്നതായും അവരെ ആലിംഗനം ചെയ്യുന്നതായും ഹൃദയത്തിൽ നിന്ന് അവരുമായി ബന്ധപ്പെടുന്നതായും കണ്ണുകളടച്ച് സങ്കൽപ്പിക്കുക. ഓർക്കുക, വിഷ്വലൈസേഷൻ, ഫീലിംഗ്, മാനിഫെസ്റ്റേഷൻ. അതായത് വെറുതെ പറയുന്നത് മാത്രം പോരാ, വെറുതെ ചിന്തിക്കുന്നതും പോരാ. നിങ്ങൾ ചിന്തകളെ വാക്കുകളായും വാക്കുകളെ വികാരങ്ങളായും മാറ്റുമ്പോൾ ആ വൈബ്രേഷൻ നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെ ഇളക്കിമറിക്കുന്നു. അവിടെ നിന്നാണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. പ്രപഞ്ചത്തിന് വാക്കുകൾ മനസ്സിലാകില്ല, വികാരങ്ങളാണ് മനസ്സിലാകുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങളൊരു വാചകം 100 തവണ പറയുമ്പോൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അതിൽ വികാരങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു പുതിയ ജീവിതത്തിന്റെ തിരക്കഥ നൽകുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, വാക്കുകളും എഴുത്തും വികാരങ്ങളും എങ്ങനെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കി. എന്നാൽ ഇതിലും വലിയൊരു രഹസ്യം ഇനിയും ബാക്കിയുണ്ട്. അതാണ് സ്ഥിരതയുടെ ശക്തി. ഭൂരിഭാഗം ആളുകളും ഈ തെറ്റാണ് ചെയ്യുന്നത്. അവർ 1-2 ദിവസം വളരെ ആവേശത്തോടെ അഫർമേഷൻസ് ചെയ്യുന്നു, എഴുതുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. എന്നാൽ 3-ാമത്തെ ദിവസം മുതൽ മനസ്സ് ഒഴിവുകഴിവുകൾ പറയാൻ തുടങ്ങുന്നു. ഇന്ന് ഞാൻ ക്ഷീണിതനാണ്, നാളെ ചെയ്യാം എന്ന് ചിലപ്പോൾ പറയും. ഹേയ്, ഒന്നും നടന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. അവിടെ വെച്ച് മുഴുവൻ ഊർജ്ജവും തകരുന്നു. മാനിഫെസ്റ്റേഷൻ എന്നത് ഇന്നൊരു കാര്യം പറയുമ്പോൾ നാളെയെല്ലാം നിങ്ങളുടെ മുന്നിൽ വരാൻ ഒരു മാന്ത്രിക വഴിയല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതൊരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സ്ഥിരതയാണ്. പാടത്ത് വിത്ത് വിതച്ച ഒരു കർഷകൻ മുള പൊട്ടിയോ ഇല്ലയോ എന്നറിയാൻ പിറ്റേ ദിവസം തന്നെ മണ്ണ് കുഴിച്ചു നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിത്ത് കേടാകും. എന്നാൽ അതേ കർഷകൻ ക്ഷമയോടെ ദിവസവും നനച്ചുകൊടുക്കുകയും സൂര്യപ്രകാശം ലഭിക്കാൻ അനുവദിക്കുകയും 7 ദിവസം കാത്തിരിക്കുകയും ചെയ്താൽ മുള തനിയെ വരും. ഇതേ നിയമം തന്നെയാണ് അഫർമേഷൻസ് ചെയ്യുന്നതിലും എഴുതുന്നതിലും ബാധകമാകുന്നത്. നിങ്ങൾ 7 ദിവസം തുടർച്ചയായി ഒരേ വാചകം 100 തവണ പറയുകയും എഴുതുകയും ചെയ്യുകയാണെങ്കിൽ 7-ാം ദിവസം നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വിത്തിനെ സ്വീകരിക്കുന്നു. ആ വിത്ത് സ്വീകരിക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങുന്നു. സ്ഥിരത എന്നാൽ ഒരു ദിവസം പോലും ഒഴിവാക്കാതിരിക്കുക എന്നാണ്. കാരണം നിങ്ങൾ ഇടയ്ക്ക് ഒരു ഇടവേള നൽകുമ്പോൾ ഊർജ്ജത്തിന്റെ താളം തകരുന്നു. ആ താളം തകർന്നാൽ അത്ഭുതങ്ങൾ അപൂർണമായി തുടരും. അതിനാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു മാറ്റം വേണമെങ്കിൽ ശ്വാസമെടുക്കുന്നത് പോലെ പ്രധാനമായി ഈ നിയമത്തെയും കാണുക. ദിവസവും 100 തവണ അഫർമേഷൻസ് പറയുന്നതും എഴുതുന്നതും നിങ്ങളുടെ ശീലമായി മാറണം. ഈ ശീലം നിങ്ങൾക്കായി പുതിയ അവസരങ്ങളും പുതിയ സമ്പത്തും പുതിയ ആരോഗ്യവും പുതിയ സന്തോഷവും ആകർഷിക്കും. സുഹൃത്തുക്കളെ, നന്ദി എന്നത് അത്ഭുതങ്ങളുടെ കാന്തമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം പല മടങ്ങ് വർദ്ധിക്കുന്നു. പ്രപഞ്ചം ആ ഊർജ്ജത്തെ കൂടുതൽ വലുതാക്കുകയും നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ തിരികെ നൽകുകയും ചെയ്യുന്നു. ഒരു കുട്ടി തന്റെ മാതാപിതാക്കളോട് താങ്ക് യു പറയുമ്പോൾ അവന് കൂടുതൽ നൽകാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കില്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ നിയമം തന്നെയാണ് പ്രപഞ്ചത്തിനും ബാധകമാകുന്നത്. എനിക്ക് ജീവൻ നൽകിയതിന് പ്രപഞ്ചത്തിന് നന്ദി. എനിക്കുള്ള എല്ലാത്തിനും നന്ദി. വരാനിരിക്കുന്ന സന്തോഷങ്ങൾക്കും അവസരങ്ങൾക്കും നന്ദി എന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ഈ നന്ദി അനുഭവിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓരോ അഫർമേഷനും നന്ദിയോടെ സീല് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾ 100 തവണ എഴുതുകയാണെങ്കിൽ അതിനൊപ്പം എന്റെ സമൃദ്ധിക്ക് പ്രപഞ്ചത്തിന് നന്ദി എന്നുകൂടി ചേർക്കുക. ഞാൻ ആരോഗ്യവാനാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിന്റെ പൂർണ്ണ ആരോഗ്യത്തിന് പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറയുക. നന്ദിയുടെ മാന്ത്രികത എന്തെന്നാൽ അത് നിങ്ങളുടെ വൈബ്രേഷൻ പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നു എന്നതാണ്.
സംശയമുള്ളിടത്ത് വിശ്വാസം വരുന്നു. പോരായ്മകൾ ഉള്ളിടത്ത് സമൃദ്ധി കാണാൻ തുടങ്ങുന്നു. ഇരുട്ടുള്ളിടത്ത് പ്രകാശം നിറയുന്നു. ഓർക്കുക, നന്ദി വർത്തമാനകാലത്തിന് മാത്രമല്ല, വരാനിരിക്കുന്ന ഭാവിക്കും കാണിക്കണം. എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയതിന് പ്രപഞ്ചത്തിന് നന്ദി എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഭാവിയെ നേരത്തെ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് ആ നിമിഷത്തിലാണ്. ഞാൻ 100 തവണ പറഞ്ഞു, പക്ഷേ എന്തുകൊണ്ട് അത്ഭുതം സംഭവിച്ചില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിനുള്ള ഉത്തരം ലളിതമാണ്. കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് പിന്നിൽ സംശയം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ തീർച്ചയായും പറഞ്ഞു, പക്ഷേ മനസ്സിൽ ഇതൊക്കെ നടക്കുമോ എന്ന് നോക്കാം എന്നായിരുന്നു. അവിടെ വെച്ച് കളി പാളുന്നു. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, അത് നിങ്ങളുടെ വൈബ്രേഷൻ കൂടിയാണ് കേൾക്കുന്നത്. നിങ്ങൾ ഞാൻ സമ്പന്നനാണ് എന്ന് പറയുന്നു, പക്ഷേ ഉള്ളിൽ ഭയവും പോരായ്മയും ഉണ്ടെങ്കിൽ പ്രപഞ്ചം അതേ ഭയവും പോരായ്മയും തിരികെ നൽകുന്നു. എന്നാൽ വിശ്വാസത്തോടും നന്ദിയോടും ആവേശത്തോടും കൂടി ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പ്രപഞ്ചം അതേ ഊർജ്ജം വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് സമൃദ്ധി നൽകുന്നു. സംശയമാണ് ഏറ്റവും വലിയ തടസ്സമെന്ന് ഓർക്കുക. നിങ്ങൾ സംശയിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് സർവൈവൽ മോഡിലേക്ക് പോകുമെന്നും അതിനാൽ അതിന് പുതിയ അവസരങ്ങൾ കാണാൻ കഴിയില്ലെന്നും ന്യൂറോ സയൻസ് പറയുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഡോപാമിനർജിക് പാത്വേകൾ സജീവമാക്കുന്നു. ഇത് പുതിയ സാധ്യതകൾ തിരിച്ചറിയാനും പിടിച്ചെടുക്കാനും നിങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസം മാനിഫെസ്റ്റേഷനെ വേഗത്തിലാക്കുന്നത്. വിശ്വാസവും ഭയവും അദൃശ്യമാണെന്ന് ബോബ് പ്രോക്ടർ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ഇവ രണ്ടിന്റെയും പ്രഭാവം വളരെ വലുതാണ്. നിങ്ങൾ ഇതിലേതാണ് തിരഞ്ഞെടുക്കുന്നത്, അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. 7 ദിവസം തുടർച്ചയായി ഇടവേളയില്ലാതെ ഒരേ വാചകം എഴുതുകയും പറയുകയും ചെയ്താൽ നിങ്ങൾ സംശയത്തിന്റെ ശക്തിയെ തകർത്ത് വിശ്വാസത്തിന് അടിത്തറ പാകുന്നു. ആ വിശ്വാസമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്. വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു രഹസ്യം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിത്തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ വാചകം പറയുക: എല്ലാ ദിശകളിൽ നിന്നും ഓരോ ദിവസവും പണം എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വെറുതെ പറയുക മാത്രമല്ല, 100 തവണ എഴുതുകയും വേണം. നിങ്ങൾ എഴുതുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിലുള്ള ഒരു മുദ്ര പതിപ്പിക്കുന്നു. എഴുതുന്നത് മോട്ടോർ ന്യൂറോണുകളെയും വിഷ്വൽ കോർട്ടെക്സിനെയും ഒരേ സമയം സജീവമാക്കുമെന്ന് ന്യൂറോ സയൻസ് തെളിയിക്കുന്നു. അതിലൂടെ പുതിയൊരു വിശ്വാസ സമ്പ്രദായം അതിവേഗം രൂപപ്പെടുന്നു. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന്റെ വൈബ്രേഷൻ നിങ്ങളുടെ ശരീരത്തെ മുഴുവനായും നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെയും മാറ്റുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾക്കൊരു ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടും. 3-ാം ദിവസം മുതൽ ചെറിയ വരുമാനത്തിനുള്ള വഴികൾ തുറക്കും. 5-ാം ദിവസം പെട്ടെന്ന് ഒരു പഴയ കടം തിരികെ ലഭിച്ചേക്കാം. 7-ാം ദിവസമാകുമ്പോഴേക്കും പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജ്ജം നിറച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രപഞ്ചം ഒരു സ്വർണ്ണക്കിഴി നേരിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരില്ല എന്ന് ഓർക്കുക. അത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു, അവസരങ്ങൾ അയക്കുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ആളുകളുമായി നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. ഇതെല്ലാം ആരംഭിക്കുന്നത് ദിവസവുമുള്ള നിങ്ങളുടെ 100 അഫർമേഷൻസിൽ നിന്നാണ്. പലരും ഈ വിദ്യ പണം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനെ വെറും പണത്തിൽ മാത്രം ഒതുക്കി നിർത്തരുത് എന്ന് ബോബ് പ്രോക്ടർ പറയുമായിരുന്നു. നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി ഉണർത്താൻ ഇത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആരോഗ്യവാനാകണമെങ്കിൽ 7 ദിവസത്തേക്ക് ദിവസവും 100 തവണ ഇങ്ങനെ പറയുക: ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്റെ ഓരോ കോശവും ഊർജ്ജത്താൽ തിളങ്ങുന്നു. നിങ്ങളുടെ ശരീരം ഈ വൈബ്രേഷൻ ഉൾക്കൊള്ളുകയും സ്വയം സുഖപ്പെടാൻ തുടങ്ങുകയും ചെയ്യും. ബന്ധങ്ങളിൽ പുരോഗതി വേണമെങ്കിൽ 100 തവണ പറയുക: എന്റെ ബന്ധങ്ങൾ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതാണ്. നിങ്ങൾ ഇത് ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് പഴയ വഴക്കുകളും കൈബും ഉപേക്ഷിച്ച് പുതിയ ഐക്യത്തിന്റെ ഒരു തരംഗം സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കണമെങ്കിൽ പറയുക: ഞാൻ ശക്തനാണ്. എനിക്കെന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വാക്കുകൾ വെറും ശബ്ദങ്ങളായി അവശേഷിക്കില്ല. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റും. ആ വൈബ്രേഷൻ പ്രപഞ്ചത്തിന് സന്ദേശം അയക്കും. പ്രപഞ്ചം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും കേൾക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അത് വിശ്വാസത്തോടും നന്ദിയോടും കൂടി പറയണം എന്നതാണ് വ്യവസ്ഥ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ വെറും 7 ദിവസത്തിനുള്ളിൽ സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, ആത്മവിശ്വാസം എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ് ഈ 7 ദിവസത്തെ നിയമം വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതിനുള്ള ഉത്തരം മറഞ്ഞിരിക്കുന്നത് ശാസ്ത്രത്തിലാണ്. നിങ്ങളൊരു ചിന്ത തുടർച്ചയായി 7 ദിവസം ആവർത്തിക്കുമ്പോൾ ആ ചിന്ത ഉപബോധ മനസ്സിൽ ഒരു വിത്ത് പോലെ ഉറയ്ക്കുമെന്ന് മനഃശാസ്ത്രവും ന്യൂറോ സയൻസും വിശ്വസിക്കുന്നു. പാടത്ത് ഒരു വിത്ത് വിതച്ചതായി സങ്കൽപ്പിക്കുക. ദിവസവും വെള്ളം നനച്ചാൽ 7-ാം ദിവസം അത് മുളയ്ക്കാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾ 7 ദിവസം തുടർച്ചയായി ഒരേ അഫർമേഷൻ പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സാകുന്ന മണ്ണിൽ മുളപൊട്ടുന്നു. ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയുക അസാധ്യമാണ്. അതുകൊണ്ടാണ് 7-ാം ദിവസം മുതൽ മാറ്റം കണ്ടു തുടങ്ങുന്നത്. നിങ്ങളുടെ ചിന്തകൾ മാറുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ മാറുന്നു.
നിങ്ങളുടെ യാഥാർത്ഥ്യം പുതിയ രൂപത്തിൽ സ്വയം മാറാൻ തുടങ്ങുന്നു. സ്ഥിരത ഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്ന് ബോബ് പ്രോക്ടർ എപ്പോഴും പറയുമായിരുന്നു. അതായത് ഈ 7 ദിവസത്തെ സ്ഥിരതയാണ് ഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്. അതിനാൽ 7 ദിവസത്തെ നിയമം ഒരു അന്ധവിശ്വാസമല്ല, മറിച്ച് ഉപബോധ മനസ്സിന്റെ ശാസ്ത്രീയ രഹസ്യമാണ്. ഇത് മനസ്സിലാക്കി നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ അത്ഭുതങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. സുഹൃത്തെ, ഇപ്പോൾ ഞാൻ നിങ്ങളെക്കൊണ്ട് ചെറിയൊരു പരിശീലനം ചെയ്യിപ്പിക്കാം. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മനസ്സിൽ തന്നെ ആവർത്തിക്കുക: പ്രപഞ്ചം എപ്പോഴും എന്നെ സഹായിക്കുന്നു. ഞാൻ സമ്പന്നനാണ്. ഞാൻ പണക്കാരനാണ്. ഞാൻ ശക്തനാണ്. നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? നിങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞയുടനെ നിങ്ങളുടെ ശരീരത്തിലൂടെ ചെറിയൊരു തരംഗം കടന്നുപോയി. പ്രപഞ്ചത്തിന് സന്ദേശമയക്കുന്ന അതേ വൈബ്രേഷനാണിത്. നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ പാലമാണ് ഈ വൈബ്രേഷൻ. എന്നാൽ ഓർക്കുക, വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. അതിനൊപ്പം നിങ്ങൾ വികാരങ്ങളും ചേർക്കണം. ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈകളിൽ പണത്തിന്റെ കെട്ടുകളുണ്ടെന്ന് സങ്കല്പിക്കുക. ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും തിളങ്ങുന്നതായി അനുഭവിക്കുക. എന്റെ ബന്ധങ്ങൾ സ്നേഹം നിറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആലിംഗനം ചെയ്യുന്നതായി സങ്കല്പിക്കുക. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളെയല്ല, നിങ്ങളുടെ വികാരങ്ങളെയാണ് പിടിച്ചെടുക്കുന്നത്. പ്രപഞ്ചത്തിന് വാക്കുകൾ മനസ്സിലാകില്ല, വികാരങ്ങളാണ് മനസ്സിലാകുന്നത് എന്ന് ബോബ് പ്രോക്ടർ എപ്പോഴും പറയുമായിരുന്നു. നിങ്ങൾ 100 തവണ പറയുമ്പോൾ വാക്കുകൾ വികാരങ്ങളായി മാറുന്നു. വികാരങ്ങൾ ഊർജ്ജമായും ഊർജ്ജം യാഥാർത്ഥ്യമായും മാറുന്നു. ഇതാണ് 7 ദിവസങ്ങളുടെ മാന്ത്രികത. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ 7 ദിവസത്തെ നിയമം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാത്രമല്ല മാറ്റുന്നത്. ഇത് നിങ്ങളുടെ ചിന്തകൾക്ക് പുതിയ രൂപം നൽകുന്നു, നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുകയും നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ദിശ തന്നെ മാറ്റുകയും ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുട്ടി സംസാരിക്കാൻ പഠിക്കുമ്പോൾ അവൻ ഒരു വാക്ക് തന്നെ ദിവസത്തിൽ 100 കണക്കിന് തവണ ആവർത്തിക്കുന്നു: അമ്മ എന്ന്. അവസാനം ആ വാക്ക് അവന്റെ നാവിൽ ഉറയ്ക്കുന്നു. ഈ തത്വം നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. നിങ്ങൾ ഏതെങ്കിലും വാക്ക്, വാചകം അല്ലെങ്കിൽ വികാരം 100 തവണ 200 തവണ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഉപബോധ മനസ്സ് എന്ത് സത്യം അംഗീകരിക്കുന്നുവോ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്ന് ഓർക്കുക. നിങ്ങളുടെ വാക്കുകൾ പ്രപഞ്ചത്തിനുള്ള നിർദ്ദേശങ്ങളാണെന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. അതായത് നിങ്ങളുടെ വാക്കുകളാണ് പ്രപഞ്ചത്തിന് ഉത്തരവുകൾ നൽകുന്നത്. എന്റെ ജീവിതം കഠിനമാണ് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ പ്രപഞ്ചം അതേ ബുദ്ധിമുട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. എന്നാൽ 7 ദിവസം തുടർച്ചയായി ദിവസവും 100 തവണ ഞാൻ സമ്പന്നനാണ്, ഞാൻ ശക്തനാണ്, ഞാൻ സന്തോഷവാനാണ്, പ്രപഞ്ചം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ 7 ദിവസത്തിന് ശേഷം നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്ത മാറ്റം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, വൈബ്രേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളോ തടസ്സങ്ങളോ കൊണ്ടുവരുന്നത് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ അതിൽ നിന്നും ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. ആ വൈബ്രേഷൻ നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെ സ്വാധീനിക്കുന്നു. എന്റെ പണം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പരാജയമാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകളാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ വൈബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റിവിറ്റിയെ വലിച്ചെടുപ്പിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അതേ ഊർജ്ജത്തെ പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും 100 തവണ അഫർമേഷൻ പറയുക: പണം എന്റെ അടുത്തേക്ക് ഓടിവരുന്നു, അവസരങ്ങൾ എനിക്കായി വാതിലുകൾ തുറക്കുന്നു, എന്റെ ശരീരം ആരോഗ്യകരമാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. ഈ വൈബ്രേഷനാണ് പണത്തെയും അവസരങ്ങളെയും ആരോഗ്യത്തെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഓർക്കുക, പ്രപഞ്ചം എപ്പോഴും കേൾക്കുന്നുണ്ട്. അത് ഉറങ്ങുന്നില്ല, അത് വിധിക്കുന്നില്ല. അത് നിങ്ങളുടെ വൈബ്രേഷനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ പപ്പരപ്പൊപ്പമാണ് എന്ന് നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞാൽ പോലും പ്രപഞ്ചം അതൊരു നിർദ്ദേശമായി കണക്കാക്കുന്നു. എന്നാൽ ഉറച്ച വിശ്വാസത്തോടും ആവേശത്തോടും കൂടി ഞാൻ സമൃദ്ധിയുടെ കാന്തമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പ്രപഞ്ചം ആ വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. ബോബ് പ്രോക്ടർ പറയുമായിരുന്നു, നിങ്ങളുടെ വൈബ്രേഷനാണ് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഭാഷ എന്ന്. അതായത് നിങ്ങളുടെ ഊർജ്ജം തന്നെയാണ് പ്രപഞ്ചത്തിനുള്ള യഥാർത്ഥ സന്ദേശം. അതിനാൽ പോസിറ്റീവ് വൈബ്രേഷൻ, സ്ഥിരത, വികാരം, ഗ്യാരണ്ടീഡ് മാനിഫെസ്റ്റേഷൻ. സുഹൃത്തുക്കളെ, 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന യഥാർത്ഥ രഹസ്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. പണവും അവസരങ്ങളും വിജയവും നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറക്കുമ്പോൾ ആദ്യം തന്നെ 100 തവണ അഫർമേഷൻ പറയുക: പണം എന്റെ അടുത്തേക്ക് ഓടിവരുന്നു, അവസരങ്ങൾ എനിക്കായി വാതിലുകൾ തുറക്കുന്നു, ഞാൻ ആരോഗ്യവാനും ശക്തനുമാണ്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ ഊർജ്ജം ഏറ്റവും പുതിയതും കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളതുമായിരിക്കും. പകൽ സമയങ്ങളിൽ അവസരം ലഭിക്കുമ്പോഴെല്ലാം ആ അഫർമേഷൻ ഹൃദയത്തിൽ നിന്ന് അനുഭവിക്കുക. നിങ്ങളുടെ ജോലിക്കിടയിൽ 5 മുതൽ 10 തവണ വരെ അത് ആവർത്തിക്കുക. വിഷ്വലൈസേഷനും ഫീലിംഗിനുമൊപ്പം ഇത് ആവർത്തിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് തുടർച്ചയായി കരുത്ത് പകരും. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് വീണ്ടും 100 തവണ ഇതേ അഫർമേഷൻ പറയുകയും എഴുതുകയും ചെയ്യുക.
ഈ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഏറ്റവും തയ്യാറുള്ള അവസ്ഥയിലായിരിക്കും. അത് ആ സന്ദേശത്തെ ആഴത്തിൽ വലിച്ചെടുക്കും. ഈ പരിശീലനം 7 ദിവസം തുടർച്ചയായി ചെയ്യുക.